ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ ഇത് ഞാൻ പറയാം. എന്താ ഇവന്റെ കണ്ണീരിന് നിങ്ങൾ ഒരു ദിവസം വില പറയേണ്ടി വരും. നാറുകളെ കേട്ടോക്കോളൂ. ഞാന് റിക്കവറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാണാൻ സഹിക്കാൻ പറ്റുള്ള. അതുകൊണ്ട് ദയവേത് നിർത്തുക നിങ്ങളെല്ലാരും. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് അങ്ങേറ്റത്തിന് ശേഷം ഞാൻ റിക്കവറി വരുന്നുള്ളൂ. ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയില് ഇങ്ങനത്തെ ഇടില്ല ദൈവമേ. എനിക്ക് സത്യം ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആവണില്ല, നിർത്തിയേക്ക് പ്ലീസ്. ഒരാള് ഇറച്ചി തിന്നുന്നതിനുണ്ടല്ലടാ, അതിനൊരു പരിമിതി ഉണ്ടട്ടാ. ഈ സോഷ്യൽ മീഡിയ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലേ, ഈ വ്യൂസിന് വേണ്ടിച്ച് ആരെയും കൊല്ലും, ആരമ്മക്കും അമ്മ ഭർത്താവ് ഉണ്ടാക്കും. അങ്ങനത്തെ ബീന്റെ മക്കളേട്ടാ. അതൊക്കെ ശരിയല്ലട്ടെ. നിങ്ങളെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ള ആൾക്കാർ അവൻ അത് ചെയ്തു, അവൻ ഡിവോഴ്സ് ചെയ്തു, അവൻ കൊന്നെങ്കിൽ ദുബായിലാണ് ഈ റിഫ എന്നുള്ളൊരു പെൺകുട്ടി മരണപ്പെട്ടത്. അത് ദുബായിൽ തന്നെ. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തെളിഞ്ഞേനെ ആ സമയത്ത് തന്നെ. അത് കൊലപാതകമാണോ അല്ലോ എന്ന് എനിക്കറിയില്ല. എന്നിട്ടും വീണ്ടും അവൻ വേറെ ഒരു പെണ്ണ് കെട്ടി സഫ. ആ പെണ്ണ് നിന്നില്ല. ആ പെണ്ണ് മുൻപത്തെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നിട്ടില്ലായിരുന്നു. ഇതിന് ഒരുപാട് ഇറച്ചി തിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ മക്കളെ? എന്തിനു വേണ്ടിച്ചാ ഒരു കുടുംബത്തിനെ ഒരാളെ പ്രാന്തനാക്കുന്നവരുണ്ടല്ലോ, വീണ്ടും 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 പ്രാന്തനാക്കാൻ നോക്കുന്നല്ല. ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ നിൽക്കുന്നുണ്ടോ, അത് നല്ലതല്ല. ഈ കണ്ണീരിന്റെ ശാപം ഉണ്ടല്ലേ, നിങ്ങൾ ഒരു ദിവസം പറയും. ആരെ പേര് ഞാൻ പറയില്ല. ഒരുത്തനുണ്ടല്ലേ ഈ മൈനാസിനെ മാത്രമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അവനെ മാത്രം അയച്ചതായിട്ട് ഈ മൈനാസിനെ പറഞ്ഞ ഒരു ചെച്ച ഉണ്ടല്ലേ, സെലിബ്രേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഒരാൾ ഇറച്ചി തിന്നിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഒരു കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്ന സമയം വേണ്ടി വരും. ആ സമയത്തിൽ ഇവന്റെ ഒരു അനുഭവം നിങ്ങൾ അനുഭവിക്കണം. ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് 2 മക്കളുണ്ട്. മക്കളെ കാണത്തിന് ടെൻഷൻ വേറെ. നിങ്ങളൊക്കെ ഓരോ ആൾക്കാരെ ഓരോ വീഡിയോന്റെ കാര്യങ്ങൾ വേറെ. നിങ്ങൾ വീഡിയോ കണ്ട് ബാക്കിയുള്ള ആൾക്കാരെ പരിരക്ഷിക്കുന്ന ആ ഒരു കാര്യം വേറെ. അതിനൊക്കെ അനുഭവിക്കേണ്ട മോനെ. ചിലപ്പോ ചെക്കൻ മരണപ്പെട്ടാലോ, അല്ലെ ചിലപ്പോ ആത്മഹത്യ ചെയ്താലോ എന്താവും? അതൊക്കെ ആലോചിച്ച് ചെയ്യണം കേട്ടാ. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഈ ബ്ലോഗർമാർ ചച്ചകള്. അവന്മാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ അമ്മയുടെ മലപ്പാട് വരെ അവർ കാണിച്ചു കൊടുക്കുന്ന നാറുകള്. അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അതൊക്കെ നിർത്തണം മക്കൾ. അത് നല്ലതിനല്ല കേട്ടാ, നല്ലതിനല്ല. ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് വേലിയിട്ടാ നോക്കിക്കോളി, എന്നിട്ടേ നിങ്ങൾ നാട്ടിൽ മൊത്തം വേലി കെട്ടിക്കോളി. ഇത് ഉണ്ടല്ലേ ഇപ്പൊ പറഞ്ഞത്, ഇത് ഏകദേശം ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ തന്നെ ഈ ചച്ചകളൊക്കെ തടയിലിട്ടില്ല കൊണ്ടല്ലേ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇറച്ചി തിന്നിട്ട് പണം മേടിക്കുന്നില്ലേ, അതിനേക്കാളും നല്ലത് വ്യഭിചരിക്കാൻ പോകുന്നതാണ്. കുറെ ബ്ലോഗർമാർക്ക് പറഞ്ഞത്, നല്ല നല്ല ബ്ലോഗർമാരുണ്ട്, അവരെ പറ്റിയല്ലേ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ താഴ്ത്തി പറയുന്നില്ലേ. അതൊക്കെ വ്യഭിചരിക്കാൻ പോകുന്ന ഒരേപോലെ ഒരാൾ ഇറച്ചി തിന്നുന്നതാ നാറുകളെ.